റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് കമ്മത്ത് ലൈനിൽ വൻ തട്ടിപ്പ്. 10ഓളം ജ്വല്ലറികളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളുമായി മറ്റൊരു ജ്വല്ലറി ജീവനക്കാരൻ മുങ്ങി. പറമ്പിൽ ബസാർ സ്വദേശി സഫർനാസ് ആണ് തട്ടിപ്പ് നടത്തിയത്. 1,30,00,000 രൂപയുടെ സ്വർണ്ണമാണ് സ്വർണ്ണ വ്യാപാരികൾക്ക് നഷ്ടമായത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, എങ്ങനെയാണ് ഒരു കടയിലെ ജീവനക്കാരന് മറ്റു കടകളിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കാൻ കഴിഞ്ഞത്? മധു, വലിയൊരു തട്ടിപ്പാണ്. തിങ്കളാഴ്ച ഒരു ദിവസം ഒരൊറ്റ മണിക്കൂർ കൊണ്ട് സഫർനാസ് എന്ന പറമ്പിൽ ബസാർ സ്വദേശി നടത്തിയ തട്ടിപ്പിന്റെ കഥയാണിത്. 10ഓളം ജ്വല്ലറികളിൽ നിന്നായാണ് മറ്റൊരു ജ്വല്ലറിയിലെ ജീവനക്കാരനായ ഇയാൾ ഈ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നു കളയുന്നത്. ഇയാളുടെ തട്ടിപ്പിന്റെ രീതി എന്നുള്ളത് ഇങ്ങനെയാണ് മധു. അതായത് സാധാരണ നിലയിൽ ഈ കമ്മത്ത് ലൈനിലെ ജ്വല്ലറിക്കാരൊക്കെ മറ്റ് കടകളിലേക്ക് സ്വർണ്ണങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അത് മോഡൽ കാണിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനുമൊക്കെയാണ്. അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് ഇവർ നടത്തി വരുന്ന ഒരു ഇടപാടാണ്. അങ്ങനെ ഈ തിങ്കളാഴ്ച ദിവസം ഈ സഫർനാസ് തന്റെ ജ്വല്ലറിയിൽ ഇങ്ങനെ മോഡൽ കാണിക്കുന്നതിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് 10ഓളം കടകളിൽ ചെല്ലുന്നു. അവിടെ നിന്നും ഒക്കെ ഈ സ്വർണം സ്വീകരിക്കുകയാണ്. അവരോട് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരുന്നു തരാം, മോഡൽ കാണിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് 10ഓളം കടകളിൽ ചെല്ലുന്നു. ഇവിടങ്ങളിൽ നിന്നൊക്കെ സ്വർണം കൊണ്ടുവന്ന് തൻ്റെ കടയിൽ വയ്ക്കുന്നു. മറ്റ് കടകളിൽ ആരും ഇത് പരസ്പരം അറിയുന്നില്ല. തൻ്റെ കടയിൽ നിന്നും മറ്റു കടയിൽ നിന്നുമൊക്കെ സ്വർണ്ണാഭരണം കൊണ്ടുപോയി എന്ന് ഈ കടകളിലുള്ളവരാരും അറിയുന്നില്ല. കുറച്ചു കഴിഞ്ഞ് സ്വർണം തിരികെ വരാത്തപ്പോഴാണ് ഇവർ ചെന്ന് അന്വേഷിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും സഫർനാസ് ഈ സ്വർണ്ണാഭരണങ്ങളുമൊക്കെയായി മുങ്ങിയിരുന്നു. അതായത് ഏതാണ്ട് 950 ഗ്രാം സ്വർണ്ണാഭരണം, 1,39,00,000 രൂപ വില വരുന്നതാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ എന്ന് ആലോചിക്കുക. അതായത് വലിയ അളവിലാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. ഇയാൾ മോഷ്ടിച്ചു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 12 വർഷത്തോളമായി കമ്മത്ത് ലൈനിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ജ്വല്ലറി കടയിൽ ജോലി ചെയ്യുന്ന ആളാണ് സഫർനാസ്. അപ്പോൾ ഇയാൾ കുറേ നാളുകളായി ഈ രീതിയിലുള്ള ഒരു തട്ടിപ്പ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. തിങ്കളാഴ്ചയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. പിന്നാലെ ജീവനക്കാർ ഇയാൾക്കായി ഒരു അന്വേഷണം നടത്തി. പിന്നീട് തൊട്ടടുത്ത ദിവസമാണ് ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നതും. അങ്ങനെ നിലവിൽ ഇപ്പോൾ പോലീസ് ഒരു അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇയാൾ ഒളിവിലാണ്. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും അത് വലിയൊരു തട്ടിപ്പാണ്. ഏതാണ്ട് 10ഓളം ജ്വല്ലറികളിൽ നിന്നാണ് മറ്റൊരു ജ്വല്ലറിയിലെ ജീവനക്കാരനായ സഫർനാസ് ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നു കളഞ്ഞിട്ടുള്ളത്. വിപണിയിൽ ഏതാണ്ട് 1,39,00,000 രൂപ വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഈ വ്യാപാരികൾക്ക് നഷ്ടമായിട്ടുള്ളത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. വലിയ തട്ടിപ്പാണ് ഉണ്ടായത്. ഒരു കൂട്ടം വ്യാപാരികൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കടയൊക്കെ നടത്തുന്നവർക്കിടയിലാണ് വിശ്വാസം മുതലെടുത്തുകൊണ്ട് ഇത്രയും വലിയ തുകയുടെ സ്വർണം ഒറ്റ മണിക്കൂർ കൊണ്ട് തട്ടിച്ചെടുത്തത്.